കുറിച്ചി ജ്ഞാനായ പള്ളിയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് സഹായ മെത്രാന്മാരുടെ നേതൃത്വത്തിലുള്ള വിമതന്മാരുടെ തിരക്കഥയാണ്. കുറിച്ചി പള്ളിയിൽ സമുദായ മെത്രാപ്പോലിത്ത വന്നപ്പോൾ തടയാൻ ശ്രമിച്ച വിമതനായ ഇടവക അംഗം കാണിച്ച പോരാട്ട നാടകമാണ് രക്തമൊലിപ്പിച്ചുകൊണ്ടുള്ള അഭിനയമെന്നാണ് ജ്ഞാനായ സമുദായക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ജ്ഞാനായ വിമതനോട് ഒന്നേ പറയുവാനുള്ളൂ, രക്തശുദ്ധി തെളിയിക്കാൻ ഇത്രയും രക്തം വേണ്ടായിരുന്നു. മാനത്തുകൂടി പോകുന്നത് നമുക്ക് ഏണി വെച്ച് കയറിപ്പിടിച്ച് വരാനുള്ളത് വിട്ടുകളയരുത്. സമുദായ മെത്രാപ്പോലിത്തയെ തടയാൻ വന്ന വിമതന്റെ വാക്കുകൾ കേൾക്കാം. മുൻ മെത്രാപ്പോലിത്തയുടെ ലൈവ് പരിപാടിയൊക്കെ നാളെ കൊണ്ട് തീരും കേട്ടോ. ഇനി ലൈവ് ഇല്ല, നാളെ കൊണ്ട് ലൈവ് പരിപാടികളൊക്കെ നിർത്തും. നാളെ ഒറ്റ ദിവസം കൊണ്ട് ലൈവ് ഉണ്ട്, എല്ലാവരും കണ്ടോണം, കാണാനുള്ളവരെല്ലാം കണ്ടോണം. പിന്നെ ലൈവ് ഇല്ല, നാളെ കൊണ്ട് ലൈവ് നിർത്തുക കേട്ടോ. എല്ലാവരും ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് സന്തോഷകരമായ വാർത്ത 2 ദിവസത്തിനും വരും, സുഖകരമായ വാർത്ത വരും. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചു, എല്ലാവരും വിളിച്ചോ. നാളെ കൊണ്ട് ലൈവ് നിന്നു കേട്ടോ. ഇവരുടെ എല്ലാം ഇൻ ക്യാമറ അല്ലേ, ഇവരെല്ലാം ശനിയാഴ്ച രാത്രി 9:30 ആകുമ്പോഴല്ലേ അച്ഛനെ വിളിച്ച് കുർബാന പറയുന്നത്. നമ്മുടെ സസ്പെൻസാന്ന് കൂട്ടിക്കൂ. ഒരു 10-30 പേര് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ ഉരിയപ്പെട്ട മെത്രാൻ്റെ ഉരിയപ്പെട്ട കല്ലുകളും അച്ഛന് രാവിലെ ഒരു 25-50 പേര് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇൻ ക്യാമറ അല്ലേ. നോക്കാം, നമുക്ക് നാളെ കൊണ്ട് ലൈവ് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. എന്നാ കാര്യത്തിന് ലൈവൊക്കെ മതി. ഈ തകടിപ്പള്ളി അല്ലേ, കുറിച്ചി മാർ ഇഗ്നാത്യോസ് പള്ളിയിൽ നിന്ന് ആര് ക്ഷണിച്ചിട്ടാണ് ഇയാൾ എഴുന്നള്ളി പോകുന്നതെന്ന് ഒന്ന് അറിയിച്ചാൽ കൊള്ളായിരുന്നു. ഈ മുൻ മെത്രാപ്പോലിത്തായെ സാധാരണ മെത്രാന്മാരൊക്കെ എവിടെയെങ്കിലും പോകണേ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കണം. ഇതാര് ക്ഷണിച്ചിട്ടാണ് പോകുന്നതെന്ന് രേഖാമൂലം ഒഫീഷ്യലായിട്ട് ഒന്ന് അറിയിച്ചാൽ കൊള്ളായിരുന്നു. തകടിപ്പള്ളി സേവറസിന് നല്ല ഭൂരിപക്ഷമുള്ള പള്ളിയാണ് കേട്ടോ. സേവറസിൻ്റെ ആൾക്കാരെ മുഴുവൻ ആളുകളും സേവറസിന് വേണ്ടി മരിക്കാൻ കിടക്കുന്നവരെ, വലിയ കുടുംബക്കാർ, കൂടുതൽ മെമ്പർമാരുള്ളവന്മാരെല്ലാം മൊത്തം സേവറസിൻ്റെ ആൾക്കാരാണ് തകടിപ്പള്ളി. പക്ഷേ നാളെ കൊണ്ട് സേവറസ് ലൈവ് നിർത്തും, അത്രേ ഉള്ളൂ. മുൻ മെത്രാപ്പോലിത്ത ലൈവ് സ്റ്റോപ്പ് ചെയ്യും നാളെ കൊണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതി പറയുന്നതാണ് നീതിന്യായ വ്യവസ്ഥയിലെ അവസാന വാക്ക്. അതിനു മുകളിൽ വേറെ ഒരു ശബ്ദമില്ല. അതേ സുപ്രീം കോടതി അരനൂറ്റാണ്ടോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഒരു വിധി പുറപ്പെടുവിച്ചു. സഭാ കേസിലെ 2017 ജൂലൈ 3 ഇന്ത്യയിലെ ഒരു കോടതിയിലും ഇനി ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടുള്ള അന്തിമ വിധി. ജ്ഞാനായ സമുദായം ഉൾപ്പെടെ ഈ വിധിയുടെ പരിധിയിലാണ്. കലഹപ്രിയനായ അന്തോക്യൻ പാത്രിയാർക്കീസിന്റെ ഇന്ത്യയിലെ അധികാരത്തെക്കുറിച്ച് വ്യക്തമായി ഈ വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. വാനിഷിംഗ് പോയിന്റ്, അസ്തമയ ബിന്ദു അങ്ങനെയാണ്. അതുകൊണ്ട് പാത്രിയാർക്കീസിന്റെ പേരും പറഞ്ഞ് കൂടുതൽ കളിയൊന്നും വേണ്ട. പാത്രിയാർക്കീസിനെ സ്നേഹിച്ചോളൂ, അത് അവിടെ പോയി മതി, അല്ലെങ്കിൽ മനസ്സിൽ ഒതുങ്ങണം. പാത്രിയാർക്കീസ് ബാബ കള്ളനെ പോലെ ഇവിടെ വന്നു പോയപ്പോൾ പള്ളികളിൽ കയറാഞ്ഞത് വെറുതെയല്ല. മണർകാടും വരിക്കോലിയും ഒരുക്കി കാത്തിരുന്ന സ്വീകരണവും ചുരുട്ടി കക്ഷത്ത് വെക്കേണ്ടി വന്നതും ചുമ്മാതല്ല. തിഹാർ ജയിലിൽ നല്ല കൊതുകുണ്ടെന്ന് പാത്രിയാർക്കീസ് ബാബയ്ക്ക് അറിയാമായിരുന്നു. വന്ന് പൊക്കോട്ടെ എന്ന് തീരുമാനിച്ചു. മലങ്കര സഭ ഔദാര്യം കാട്ടിയതിനാൽ സുഖമായി മടങ്ങിപ്പോയി. വിമതന്മാരെ നിങ്ങളൊന്ന് ഓർക്കണം, ഒരു മെത്രാനെ വാഴിക്കുന്നത് ഒരു സഭയ്ക്ക് വേണ്ടിയാണ്. ആ സഭയാണ് മുടക്കും ഉടക്കും തീരുമാനിക്കുന്നത്. വിവാഹം നടത്തുന്ന പുരോഹിതന് മണിയറയിലോ കിടപ്പറയിലോ പ്രവേശനം ഉണ്ടാകില്ല. അതുകൊണ്ട് പാത്രിയുടെ പേരിൽ ബഹളം വെക്കരുത്. സെവേറിയോസ് തിരുമേനിയെ തടഞ്ഞ് പൊല്ലാപ്പൊന്നും ഉണ്ടാക്കണ്ട. ജ്ഞാനായ സമുദായം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണം.